ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ല, ഇന്നലെ നിങ്ങളെ മുന്നിൽ എത്തിയില്ല. ഇന്നലെ നമുക്ക് ഭയങ്കര തിരക്കും കാര്യമൊക്കെ ആയിരുന്നേ. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എനിക്കൊന്ന് രണ്ടിടത്തൊക്കെ പോകണമായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോക്കും വരക്കും ഒക്കെ ആയിരുന്നു. പിന്നെ ഇന്നലെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, മൂത്ത കുഞ്ഞിൻ്റെ ബർത്ത്ഡേ. മോൾക്ക് 2 വയസ്സായിരുന്നു. അപ്പം അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആരെയും വിളിച്ചൊന്നുമില്ല കേട്ടോ. ഒന്നാമത്തെ 1 വയസ്സായപ്പോൾ എല്ലാവരെയൊക്കെ വിളിച്ച് നല്ല ഇതായിട്ടൊക്കെ എടുത്ത്. ഇപ്പോഴും നമ്മൾ അത് എടുത്തിങ്ങനെ ആരെയും വിളിച്ചൊന്നുമില്ല. അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഇരുന്ന് അപ്പം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചി ഇന്ന് വന്നത്. ഇതിനിടയിൽ ഞാൻ ഇന്നലത്തത് 1-2 ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും ചെക്ക് ചെയ്ത് നോക്കിയില്ല. ഇന്നലെ വൈകുന്നേരത്തെ ജോലി തിരക്കിനിടയിൽ ഞാൻ ഫോണും കയ്യിൽ പിടിച്ചിട്ട് എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഏതാണെന്നൊന്നും ഞാൻ നോക്കിയില്ല. നോക്കിയിട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം. അപ്പം മക്കളൊക്കെ ഉണ്ടായിരുന്നേ, അവരെയൊക്കെ ഞാൻ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ആ വേഷത്തിൽ തന്നെയാണ് ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. കുറേ ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. മക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഒന്നും അടുക്കള ജോലിയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല. കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് മൂത്ത കുഞ്ഞാണെങ്കിൽ ഒരിടത്തിരിക്കില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ. അപ്പോൾ ഇന്നലത്തെ വൈകുന്നേരം ഇടിയപ്പവും ചപ്പാത്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ അതൊക്കെ തന്നെയാണ് കഴിച്ചത്. ഇതിനിടയിൽ ശകലം ചോറും വെച്ച് ഇച്ചിരി കരുവാട് കറിയും വെച്ച്. പാത്രം ഒന്നും കഴുകാൻ നിന്നില്ല. അപ്പോൾ അതെല്ലാം എനിക്കിനി കഴുകണം, അടുക്കള ക്ലീൻ ആക്കണം. അങ്ങനെ കുറേ ജോലിയുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങളോട് സംസാരിച്ചിട്ട് ഈ വേഷമൊക്കെ മാറ്റി അതൊക്കെ ഇനി ഒന്ന് ക്ലീൻ ആക്കിയാലേ ഒരു സമാധാനമാവുള്ളൂ. മക്കളെ ഇട്ടിട്ട് ഞാനൊന്നും ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. അതുങ്ങളെ കൂടെ തന്നെ അങ്ങിരുന്ന്. മൂത്ത കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ട് വീണ പിന്നെ ഇടയിൽ മോക്ക് ചുമ കുറേ ദിവസമായി കേട്ടോ. മോക്ക് ചുമയൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ അത് ചുമ കുറവില്ല, ഇളയ കുഞ്ഞിന് ചുമ. അപ്പം ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ. ഇപ്പം എന്ത് പറയുന്നു എല്ലാവരും? ഇപ്പം നാളെ എനിക്ക് വെളുപ്പിലെയാണ് ജോലി. വെളുപ്പിലെ വരുന്നവർ ലീവാണ്. അപ്പോൾ ഇനി 2-3 ദിവസത്തേക്ക് വെളുപ്പിലെയാണ്. മഴയൊക്കെ ആയി എനിക്ക് പാടാണ് ജോലിക്ക് പോകാനൊക്കെ. പോകുന്ന വഴിക്ക് റോഡും ഒന്നും ശരിയല്ല. വെളുപ്പിലെ അതേ കണ്ണും എതിരെ ഒരു വണ്ടി വന്ന് അതിൻ്റെ വെട്ടം അടിച്ച് എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് രാത്രിയൊന്നും ഞാൻ വണ്ടി എടുക്കാറില്ല. അഥവാ വണ്ടി എടുത്താൽ എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ അങ്ങനെ നിന്നിട്ട് ആ വണ്ടി അങ്ങ് പോയതിന് ശേഷം പോവുള്ളൂ. അപ്പം നാളെ വെളുപ്പിലെ ഡ്യൂട്ടി ഇട്ടേക്കണം. മഴയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇതൊക്കെ തന്നെയാണ് ഈ ചേച്ചി പെണ്ണിൻ്റെ വിശേഷം. അപ്പോൾ ചേച്ചി ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാൻ നോക്കട്ടെ. ധൃതി പിടിച്ച് നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. നിങ്ങളെന്തെങ്കിലുമൊക്കെ ഒന്ന് സമാധാനമായിട്ടൊക്കെ ജോലി ചെയ്തിരുന്നെങ്കിൽ കറക്റ്റ് നിങ്ങളെല്ലാം എനിക്ക് കാണിക്കുമായിരുന്നു. നമുക്ക് കറക്റ്റ് നല്ലൊരു വീഡിയോയും കിട്ടുമായിരുന്നു. പക്ഷേ എന്നാ ചെയ്യാനാ, ജോലിയും കഴിഞ്ഞ് വന്നിട്ട് 1-2 സ്ഥലത്തൊക്കെ പോകണമായിരുന്നു. ഇതിനിടയിൽ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഉച്ചയ്ക്ക് സദ്യ മോളെ വീട്ടിൽ വെച്ച് പിന്നെ അത് കഴിക്കാൻ പോയി. അതും കഴിച്ചിട്ട് എനിക്ക് 1-2 ആവശ്യങ്ങൾക്കൊക്കെ പോകണമായിരുന്നു. പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ വന്നപ്പോൾ തന്നെ 5-5:30 പിന്നെ അതിന് ശേഷമാണ് നമ്മൾ രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാം കൂടെ തിരക്ക് പിടിച്ചൊരു ജോലിയായിരുന്നു. പിന്നെ പോരാത്തതിന് മക്കളൊക്കെ വന്നാൽ ഞാൻ എൻ്റെ ഫോൺ എവിടെയെങ്കിലുമൊക്കെ ഇട്ടേക്കും കേട്ടോ. ഫോണൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ ഇതിനിടയിൽ 1-2 വീഡിയോ ഞാൻ ഇട്ടോ ഇല്ലെന്ന് ഞാൻ ഓർക്കണില്ല. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനോ ഫോണിൽ നോക്കാനോ ഒന്നിനും പറ്റില്ല. കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോഴത്തേക്ക് ഇന്നെങ്കിലും വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങളെന്നെ ഓട്ടിക്കൂല്ലേ, നിങ്ങളെന്നെ മറന്നു പോവില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചി നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ നല്ലൊരു ജോലിയുണ്ട്. പാത്രം കഴുകണം, അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കണം. ഇച്ചിരി ജോലിയുണ്ട് സുഹൃത്തുക്കളെ. എല്ലാം കൂടെ വലിച്ചു കയറിയിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് വിശേഷം. കൂടുതൽ വിശേഷമൊന്നുമില്ല. ഇപ്പം തന്നെ മണി 9 എന്നാൽ ചേച്ചി പോട്ടെ. നോക്കട്ടെ ആ വീഡിയോ ഒക്കെ ഇതിൽ എടുത്ത് ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ
വീഡിയോ കാണാൻ പോകാം. ചേച്ചി ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ഇതിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ചേച്ചി ധൃതി പിടിച്ചുള്ള തിരക്ക് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണേ, മൂത്ത കുഞ്ഞിൻ്റെ ബർത്ത്ഡേ. മോൾക്ക് 2 വയസ്സാവണുണ്ട്. അപ്പോൾ ഇന്ന് മോളെ വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പോയി സദ്യയൊക്കെ കഴിച്ച് ഇതിനിടയിൽ എനിക്ക് 1-2 ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞാൻ പോയിട്ട് ഇപ്പം വീട്ടിൽ വന്നതേ ഉള്ളൂ. മണി 5-5:30 അപ്പം ബർത്ത്ഡേ പരിപാടിയൊക്കെ നമ്മളെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ആരും വിളിച്ചൊന്നുമില്ല, നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഞാൻ. ഇപ്പോൾ രാത്രി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. ചേച്ചി ധൃതി പിടിച്ച് നിൽക്കുകയാണ്. വീഡിയോ വാക്കുകൾ പോലും സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നില്ല, അത്ര ഇതെല്ലാം ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പോലും പറ്റാത്തൊരു ഇതിലാണ്. എന്തായാലും ചേച്ചി എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ ദാ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. സവാള അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം. ഇടിയപ്പത്തിന് നനച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുകൊണ്ടിരിക്കണം. അതിലോട്ടിടാൻ വേണ്ടിയിട്ട് മുളകും മല്ലിയും വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. സമയമില്ലാത്ത സമയത്തും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. ഞാനിവിടെ ഇടിയപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ? ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കൂടെ ഉണ്ട്. ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിരിക്കണം. ചിക്കൻ കറി അടിച്ച് ചിക്കൻ വറുത്ത് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ചേച്ചിയുടെ മോള് വന്ന് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൈമോളെ അച്ഛമ്മ നോക്ക്. പപ്പടം എടുത്ത് കഴിച്ചാണ്. കറി ടേസ്റ്റ് ചെയ്യണം. എങ്ങനെ നക്കി ടേസ്റ്റ് വേണ്ട ഇരുന്ന് കഴിക്കും. എടുക്കട്ടാടിയപ്പ ചായ അമ്മ കഴി റെഡി ആക്കണോ? സാക്ഷി മോളെ 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 അച്ഛ മേര ജീവനല്ലേ നീ, അച്ഛ മേര പ്രാണനല്ലേ നീ, അച്ഛ മേര ജീവനല്ലേ നീ, അച്ഛ മേര പ്രാണനല്ലേ നീ. സാക്ഷി മോളെ സാക്ഷി മോളെ സാക്ഷി മോളെ സാക്ഷി മോളെ. അമ്മക്ക് വെച്ചു കൊടുക്ക്, അമ്മക്ക് വെച്ചു കൊടുക്ക്. എടുത്ത് അമ്മേരെ വായിലോട്ട് വെച്ചു കൊടുക്ക്. അമ്മക്ക് വെച്ചാ കുഞ്ഞമ്മക്ക് വെച്ചു കൊടുക്ക്. കൊള്ളാമോ? യമ്മി. അച്ഛമ്മക്ക് വെച്ചു കൊടുക്കും. അച്ഛമ്മക്ക് താടാ.